ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങളിതേ രാവിലെ ചായ കുടിക്കാൻ വേണേ നല്ല സ്ട്രോങ് ആയിട്ട് ചായ തിളപ്പിച്ചിട്ടുണ്ട്. നല്ല കടുപ്പത്തിലാണ് തിളപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പനിയുടെ ലക്ഷണമൊക്കെ എല്ലാവർക്കും എന്ന് വെച്ചാൽ എനിക്കും അനുവിനും മാത്രം ചെറിയൊരു പനി ഉണ്ട്. പനിയെന്ന് വെച്ചാൽ തൊണ്ടവേദനയാണ് സ്റ്റാർട്ട്. അപ്പോൾ വലിയ പ്രശ്നമില്ല, കൂടിയാണെന്നുണ്ടെങ്കിൽ മരുന്നിന് പോകണം. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് ഇഡ്ഡലി, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കി, പിന്നെന്താ ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ ഇഡ്ഡലി കഴിക്കലാത്തവർക്ക് ദോശയും കൂടെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും അനുവും ദോശയെ കഴിക്കുകയുള്ളൂ. അപ്പം മോൾക്ക് ഇഡ്ഡലിയാണ് കൂടുതലിഷ്ടം. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ദോശ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ കട്ടൻ ചായയും കൂടെ ഇട്ടിട്ട് എല്ലാവരും കൂടെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് കോളേജിൽ പോകാനായിട്ട് നോക്കുമ്പോൾ സൈക്കിള് പഞ്ചറായിട്ടിരിക്കുന്നു. പിന്നെ ഞാനൊരു ഓട്ടോ വിളിച്ച് ഓട്ടോയിലായിട്ടാണ് കോളേജിലേക്ക് വിട്ടത്. അപ്പോൾ അതിന് ശേഷം സോയാബോൾ റോസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് ചോറിന് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു അരച്ചൂട്ട് കറി, ഒഴിച്ചുകറി വേണമല്ലോ, അപ്പോൾ അതിന് തക്കാളി ഒഴിച്ചുകറി ഉണ്ടാക്കി. പിന്നെ കുറച്ച് പീച്ചിങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇടയ്ക്കൊന്ന് കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുക്കുംബർ ഉണ്ടായിരുന്നു. അപ്പോൾ അനു അത് അരിഞ്ഞെടുക്കണേ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പോൾ പീച്ചിങ്ങ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ പൊള്ളിച്ച് എടുക്കണം. അപ്പോൾ പിന്നെ കറികളുടെ വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. അപ്പോൾ മോൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കുള്ള ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഓൺലൈനായിട്ട് നമ്മളൊരു ഹാർഡ് ഡിസ്ക് ഇടാനായിട്ടൊരു ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് വീടിനടുത്തേ അത് വരുള്ളൂ, അവിടുത്തെ അഡ്രസ്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് മോൻ പോയതാണ്. അത് വാങ്ങിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കുന്നതും കൂടെ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് പഴയ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നേ, അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മളത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇനിയിപ്പോൾ അത് നോക്കണ്ട, നമുക്ക് ഹാർഡ് ഡിസ്ക് ഇടാനായിട്ട് ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് അതിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് അതിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരെണ്ണം വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ CD ഒക്കെ നമ്മളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മോള് കോളേജിൽ നിന്ന് വരാൻ ടൈമായിട്ടുണ്ടായിരുന്നു. ഓട്ടോ വന്നപ്പോഴത്തേക്ക് ഓട്ടോക്കാരന് കാശ് കൊടുക്കാൻ വേണ്ടി ഞാൻ റോഡിലേക്ക് പോയതാണ്. നമുക്ക് പരിചയമുള്ള ഓട്ടോ തന്നെയാണ് കേട്ടോ, ചേട്ടായിയുടെ ഒരു ഫ്രണ്ടാണോ, അതുകൊണ്ട് നമ്മൾ ഈ ഓട്ടോയൊക്കെ വിളിച്ചേ മോളെ വിടാറുള്ളൂ. പരിചയമില്ലാത്ത ഓട്ടോയിലൊന്നും കയറ്റി വിടാറൊന്നുമില്ല. അപ്പോൾ രാവിലെ പോയത് ഈ ഓട്ടോയിൽ തന്നെയാണ്. അപ്പോൾ വൈകിട്ട് വരാൻ സമയമായപ്പോൾ ഞാൻ പിന്നെ വണ്ടി വിളിച്ച് അങ്ങോട്ട് കോളേജിലേക്ക് വിട്ടതാണ്. ചായ കുടിച്ചതിന് ശേഷം വേണം ഇനി സൈക്കിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കട തന്നെയാണ്. അപ്പോൾ ഞാൻ ചായ വെച്ചിട്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് വന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഗ്യാസ് തീർന്നു പോയി. പിന്നെ അടുത്ത കുറ്റിയെടുത്ത് കണക്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ ചായയൊക്കെ വെച്ച്, ഇപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവലുണ്ടായിരുന്നു. അപ്പോൾ അവലും ചായയായിട്ട് ആണ് കഴിക്കാൻ കൊടുത്തത്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ സൈക്കിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും പോകണ്ട, തൊട്ടപ്പുറത്ത് തന്നെയാണ്. പിന്നെ വൈകുന്നേരം നമുക്ക് ക്ലോവിക്ക പറിക്കാനുണ്ടായിരുന്നേ. ഞാനിത് ക്ലോവിക്കയുടെ കാര്യമൊക്കെ ഉപ്പിലിട്ടതൊക്കെ കാണിച്ചപ്പം കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അതിൻ്റെ പേരെന്നൊക്കെ ചോദിച്ചായിരുന്നു. അത് ക്ലോവിക്ക എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഗ്ലോവിയലുണ്ട് ഗ്ലോവിക്ക, അതിന് വേറെ പേരുണ്ട് കേട്ടോ, ഓരോ സ്ഥലത്തും ഓരോരോ പേരുകളാണ്. അപ്പോൾ ഇത് നമുക്ക് ഉപ്പിലിടാനും അച്ചാറിടാനും ഒക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ. നല്ല പുളിയാണ്, കഴിക്കാനും ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് താഴെ നിന്ന് പറിച്ചിട്ടൊന്നും എത്തുന്നില്ല. അപ്പോൾ പിന്നെ മോൻ പറഞ്ഞു എന്നാൽ ടെറസിൽ കയറിയിട്ട് നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞിട്ട്, മുകളിൽ ഒത്തിരി ഉണ്ടേ, ഒരുപാട് പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് പാത്രത്തിലേക്ക് പറിച്ചിട്ട് തരും. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ദിവസം 2-3 ദിവസമായിട്ട് നമ്മൾ പറിച്ചാണ്. പിന്നെ ഇപ്പം അതിൻ്റെ സീസൺ ആയതുകൊണ്ട് അടിക്കടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പാത്രം മുകളിലേക്ക് കൊടുത്തപ്പോൾ അവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് കാണിച്ചു തരാം.
അപ്പോൾ ഞാൻ താഴെ നിന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നൊക്കെ ഞാനും അനുവും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേ ഗേറ്റിന് വെളിയിൽ ഒരാൾ കിടന്ന് ഇവിടെ വാലാട്ടുന്ന കണ്ട. ഇവളുടെ പേര് ഉഷയെന്നാണ്. നമ്മളിവിടെ താമസത്തിന് വന്നപ്പോൾ തൊട്ടേ ഇവിടെ കാവലായിട്ട് നമ്മൾ ആഹാരമൊക്കെ കൊടുക്കും. ഉഷയെന്ന് വിളിച്ചാൽ മതി, വാലാട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതേ ക്ലോവിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഞാനിതൊന്ന് അടുത്ത് കാണിച്ചു തരാം. കണ്ട, നല്ല ചുവന്ന്, നല്ല പഴുത്ത് ചുവന്നൊക്കെ കിടക്കുന്ന കണ്ട. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കൊതിയോടുകൂടിയാണ് നോക്കി നോക്കി പോകണം. ചിലരൊക്കെ എത്തുന്ന സ്ഥലത്തുള്ളതൊക്കെ അവർ പുറത്തുനിന്നൊക്കെ പറിച്ചെടുക്കും. മതിലിന് പുറത്ത് കിടക്കുന്നതൊക്കെ അവർ പറിച്ചെടുക്കാറുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.